ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ അബായൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഷെബുവും വസിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റിലേ പോകുന്നത് പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഷിറാമാളിലുള്ള ലുലുവിലാണ് പോകുന്നത്. അവിടെ ഗ്രാൻഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ചുരിദാറിൻ്റെ ഷോപ്പ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. നേരം വിളിക്കുമ്പോഴല്ലേ കടന്നത് കയ്യിൽ ഞങ്ങൾ നമ്മൾ വന്നേക്കുന്നത് ഷീറാമാളിൽ ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ സെഞ്ച്വറി വെഡ്ഡിങ്സിലോട്ടാണ്. ഇവരുടെ ഈ ഒരു ഷോപ്പ് നേരത്തെ ഗ്രാൻഡിൻ്റെ താഴെയായിരുന്നു. അതൊരു കുഞ്ഞു ഷോപ്പായിരുന്നു. കുറേ തവണ ഞാൻ അവിടെ പോയി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നല്ല നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഇതിന് മുന്നേ ഉള്ള ഇതിൻ്റെ വ്ളോഗൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. ഇപ്പോഴും കുറച്ചും കൂടെ വിപുലപ്പെടുത്തിയിട്ട് ഇവർ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഞാനാണെങ്കിൽ ഫസ്റ്റിൽ വന്നപ്പോൾ നോക്കിയത് പാകിസ്ഥാനി, ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ പാകിസ്ഥാനി ടൈപ്പ് ചുരിദാർ. അപ്പോൾ അതെനിക്ക് ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു മോഡലില്ല. അങ്ങനെ 2-3 എണ്ണമൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കുറേ അധികം ഡ്രസ്സുകൾ അവർ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഈ പാകിസ്ഥാനി ടൈപ്പ് ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റുണ്ട്. ഇതിന് പുറത്ത് എത്ര രൂപയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. നാട്ടിൽ 1-2 ഓൺലൈൻ സ്റ്റോറിലൊക്കെ ചോദിച്ചപ്പോഴും അതിനും റേറ്റുണ്ട്. പക്ഷേ ഇവിടെ നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വാങ്ങുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഒരു 250, 300, പിന്നെ എന്താ പറയുന്നത് 175 മുതൽ മുകളിലോട്ടാണ്. പാകിസ്ഥാനി ടൈപ്പ് ചുരിദാറിൽ ഹെവി എംബ്രോയ്ഡറി, അതായത് ത്രെഡ് വർക്ക് ചെയ്തത്, ബീഡ്സ് വെച്ചത്, അങ്ങനെയൊക്കെയുള്ള ഹെവി ആയിട്ടുള്ള ടൈപ്പാണ്. പാർട്ടി വെയർ ആയിട്ടും അല്ലാതെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഡ്രസ്സ്. നോർമൽ ചുരിദാർ നോക്കിയപ്പോൾ എനിക്ക് നോർമലൊന്നും അത്രയൊരു എന്താ പറയുന്നത് ഭയങ്കര വാവ് എന്ന് പറയാനുള്ളൊരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാം നമ്മൾ എവിടേക്കോ കണ്ട് മറന്ന ടൈപ്പ് ചുരിദാറുകളായിരുന്നു അവിടെ കിടന്നിരുന്നത്. പിന്നെ എല്ലാത്തിനും എടുത്തു പറയേണ്ടത് എല്ലാത്തിനും വിലയുണ്ട് കേട്ടോ. ഒന്നും അങ്ങനെ ഒരു നമ്മൾ പറയും നേരത്തെയൊക്കെ ഒരു 75 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 100 റിയാൽ കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഒരു ഡ്രസ്സ് നല്ലത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കിട്ടത്തില്ല. ഇപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കടവാടക, പിന്നെ വാറ്റ് കാര്യങ്ങൾ, അങ്ങനെ അവരുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളാണല്ലോ. അപ്പം അതനുസരിച്ച് കൊണ്ടുവരുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തിലും വില കൂടും. എങ്കിലും ഞാനും ഷെബുവും പിന്നെ റഹിയാനത്തും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഡ്രസ്സെല്ലാം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ 1 മിനിറ്റ് സാരി ഉണ്ട്. കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കോട്ടൺ ചുരിദാർ ഒരുപാടുണ്ട്. മെറ്റീരിയലുണ്ട്, നല്ല നല്ല മെറ്റീരിയലുകളുണ്ട്. കോട്ടൻ്റെ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത് മാക്സി ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാവരുടെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുന്നത് ലുലുവിൽ വരുന്ന സമയത്ത് ആർക്കെങ്കിലും ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. നമ്മളൊരു ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അന്നത്തെ നമ്മളുടെ ദിവസം പോലെ ഇരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ചില ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടാറേ ഇല്ല. ചില സമയത്ത് നമ്മൾ വെറുതെ കയറി നോക്കിയാൽ നല്ല ഡ്രസ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താ പറയുന്നത് കുഞ്ഞു കടയിൽ കയറിയാൽ ചിലപ്പോൾ നമ്മളൊരു കുഞ്ഞു കടയിലായിരിക്കും കയറുന്നത്. ആ ദിവസമായിരിക്കും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ്. എത്ര വലിയ കടയിൽ കയറിയാലും ചിലപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടണമെന്നില്ല. ഇതൊരു പാർട്ടി വെയർ ചുരിദാറായിരുന്നു. നല്ല രസമുള്ളൊരു കളറ്, അതായത് ഒരു ഡീപ്പ് ചെങ്കല്ല് കളർ എന്നൊക്കെ പറയത്തില്ലേ, ആ ടൈപ്പ് ഒരു കളറായിരുന്നു. അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുന്ന ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇടാനായിട്ട് പറ്റും. പക്ഷേ അതിന് സൈസ് ഇല്ലായിരുന്നു. ഈ എടുത്തിട്ട് ചുരിദാറും നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ക്രീം ഷെയ്ഡായിരുന്നു. പക്ഷേ അതിൻ്റെയും സൈസ് ഇല്ലായിരുന്നു. അതും ഈ 2 ചുരിദാറിന് നല്ല വിലയുണ്ട് കേട്ടോ. ഏകദേശം 200 എബോ ആയിരുന്നു അതിൻ്റെ റേറ്റ്.
പിന്നെ ദാണ്ട് ഈ കാണുന്നത് നല്ല ബ്ലൂ കളറാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളറേ അല്ല, നല്ലൊരു ബ്ലൂ കളറും സിൽവർ കളറ് വർക്കുമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ അതൊരു പഴയ മോഡലായിട്ട് തോന്നി, എനിക്കതത്ര ഇഷ്ടമായില്ല. പിന്നെ ഷെബുവിൻ്റെ ഈ ഒരു ചുരിദാറുണ്ട് യെല്ലോ കളർ പാകിസ്ഥാനി, നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കണക്കല്ല, നല്ല അവൾ ഇട്ടിട്ട് എന്ത് ലുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു പെരുന്നാളിന് അവൾ അതാണെന്ന് തോന്നുന്നു എടുത്തത്. പിന്നെ ദാണ്ട് ഈ കിടക്കുന്നതൊക്കെ ഓഫറിൻ്റെ കിടക്കുന്നതാണ് കേട്ടോ ചുരിദാർ പീസുകൾ. ഇതെല്ലാം നല്ല പ്യുവർ കോട്ടണിലുള്ളതാണ്. പാകിസ്ഥാനി ടൈപ്പ് ചുരിദാറും തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് എടുക്കാമല്ലോ. ഇത് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അബായ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സൂക്കിലോട്ട് വന്നിട്ടുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ പെരുന്നാളിന് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ അബായ ഇട്ടിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ തവണയും ഇതിന് നമ്മൾ അബായ എടുക്കാറുണ്ട്. ഇത് ഹയാത്ത് പ്ലാസ, അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ വേണ്ടി പറയുവാണ് കേട്ടോ. ഇത് ടൊയോട്ട മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഹയാത്ത് പ്ലാസ ആണ്. ഇത് വലിയ സൂക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് അബായയുടെ ഷോപ്പുകളുണ്ട്. അബായയുടെ മാത്രമല്ല എല്ലാ ഷോപ്പുകളും ഇതിനകത്തുണ്ട്. 5 റിയാൽ, 10 റിയാൽ, റാമിസ് അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകൾ ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അബായ എടുക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഷോപ്പിനകത്തു നിന്നായിരിക്കും. കുറേ തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റിയുള്ള അബായ തിരക്കി ഇങ്ങനെ നടക്കും കേട്ടോ. ഒരുപാട് ഓഫറുണ്ട്. 25 റിയാൽ, 50 റിയാൽ, 75 റിയാൽ, 100 എബോ അങ്ങനെ കിടപ്പുണ്ട്. നോക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ട് കുറേ ഇങ്ങനെ ഓരോരുത്തരും ഇടുന്നത് കാണുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായത് കിട്ടിയാൽ കൊള്ളാം എന്ന് കരുതിയിട്ട് എല്ലാ ഷോപ്പിലും കയറി. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ അബായ ഷോപ്പിലും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഓരോ അബായയും എടുത്തിട്ട് കാണിക്കുന്നത് ഷെബു ആണ് കേട്ടോ. എനിക്ക് വീഡിയോ പിടിക്കണമല്ലോ. എനിക്ക് ഈ ഒരു അബായ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു കോളർ ടൈപ്പ് അബായ ആണെങ്കിൽ നല്ല ലുക്കിലാണ് ആൾക്കാർ ഇട്ട് നടക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ വില അത്യാവശ്യം നല്ല വിലയുണ്ട്. എനിക്ക് തോന്നുന്നു 200 എബോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് അവിടെ ഇട്ടു. ഇനി വേറെയുള്ള ഷോപ്പുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാലോ, അപ്പോൾ അതുകൂടി നോക്കിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതി അങ്ങനെ നമ്മൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു കോഫി ബ്രൗൺ കളറ് അബായ, എനിക്ക് ഈ ഒരു കളർ ഇല്ലാത്തതാണ്. പക്ഷേ ഞാനത് ഇട്ട് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. ഒരു കോളർ ടൈപ്പാണ്. നമുക്ക് ജീൻസ് ടോപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തിടാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാ അബായയുടെയും അടിയിലിടുന്ന പല കളറിലുള്ള ഇന്നർ കിട്ടും കേട്ടോ. 35 റിയാലേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ടാണെങ്കിൽ നമുക്കത് ഇടാനായിട്ട് പറ്റും. അകത്തോട്ട് ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. 350 ഒക്കെ ആവുമായിരിക്കും. ഇതാ കൈ ഈ ഒരു അബായ ഷെബുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. 400 റിയാലായിരുന്നു. ഇത് ഒരു ഫംഗ്ഷൻ, അതായത് കല്യാണ ഫംഗ്ഷനൊക്കെ ഇവരിടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇന്നർ ഇട്ടാൽ നല്ല രസമായിരിക്കും. ഈ കാണുന്ന ഷോപ്പുണ്ടല്ലോ, ഇത് അല്ലമരി പ്ലാസ ആണ്. അവിടെ ഷാളിനൊക്കെ വളരെ വിലക്കുറവ്. അതാണ്ട് ഈ ഷാളിനൊക്കെ 4 റിയാലേ ഉള്ളൂ. ഏത് ഷാൾ എടുത്താലും 4 റിയാൽ. പുറത്ത് 50 റിയാലിന് വാങ്ങിക്കുന്ന ഷാളിന് 4 റിയാലേ ഉള്ളൂ. അതുപോലെ തന്നെ അബായയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞാൻ അബായ വലുതായിട്ട് നോക്കിയില്ല. പക്ഷേ ഷാള് അടിപൊളി ക്വാളിറ്റിയുള്ള സൂപ്പർ ഷാളാണ്. ആരെങ്കിലും ഈ സൂക്കിൻ്റെ ഭാഗത്ത് പോകുന്നെങ്കിൽ അല്ലമരി പ്ലാസയിലൊന്ന് കയറിക്കോ. എല്ലാ കളറും ഉണ്ട്. ഒരുപാട് വെറൈറ്റി കളർ കിടപ്പുണ്ട്. 4 റിയാലല്ലേ, 4 റിയാലിന് നല്ല ലാഭമാണ്. മാഫി ഡിസ്കൗണ്ട് 5 റിയാൽ ഡിസ്കൗണ്ട് 5 റിയാൽ ഡിസ്കൗണ്ട് 5 റിയാൽ ഡിസ്കൗണ്ട്. നമ്പർ 1 ഇത് അന്നത്തെ ദിവസം രാത്രിയിലെടുത്ത വീഡിയോ ആണ്.
ഇക്കായ്ക്കും കുട്ടൂനും ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. മിട്ടൂനും മൂന്നും ബഹ്റൈനിലത്തെ ലുലുന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അവന്മാർക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ വന്നത്. ഇത് സെൻറ്റർ പോയിൻറ്റിലാണ് കേട്ടോ. സെൻറ്റർ പോയിൻറ്റിൽ ഇത്തവണ ഒരുപാട് കളക്ഷനുണ്ട്. മാക്സി ഡ്രസ്സിൻ്റെ ആയാലും 2 പീസിൻ്റെ ആണെങ്കിലും എല്ലാ ടൈപ്പും ഡ്രസ്സ് ഒരുപാട് കളക്ഷനുണ്ട്. അതായത് ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും കിഡ്സിൻ്റെ ആയാലും എനിക്കറിയത്തില്ല, ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും സെൻറ്റർ പോയിൻറ്റിൽ കളക്ഷൻസ് കണ്ടിട്ടില്ല കേട്ടോ. എല്ലാത്തിനും നല്ല റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ സെൻറ്റർ പോയിൻറ്റിൽ ക്ലോത്തിനെ പറ്റി പറയാതെ തന്നെ അറിയാമല്ലോ, അത് അത്യാവശ്യം നല്ല എന്താ പറയുന്നത്, നമുക്ക് നശിക്കാതെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് സെൻറ്റർ പോയിൻറ്റിലത്. എന്താ പറയുന്നത്, 175 ആ ഒരു 149 175 അങ്ങനെയൊക്കെ മുകളിലോട്ട് പോകുന്ന ഒരു റേറ്റാണ് സെൻറ്റർ പോയിൻറ്റിൽ എപ്പോഴും മാക്സി ഡ്രസ്സുകൾക്ക് കൂടുതലും. എനിക്കാണെങ്കിൽ ഈ വൈറ്റ് കളർ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിനുണ്ട് കേട്ടോ അത്രയും റേറ്റ്. എനിക്ക് തോന്നുന്നു 175 ആണോ ആണെന്ന് തോന്നുന്നു, ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അത്രയാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുള്ള നല്ല പ്യുവർ വൈറ്റ് കോട്ടനകത്താണ് ഈ ഡ്രസ്സ് വന്നേക്കുന്നത്. പിന്നെ ഇക്കായും കുട്ടും ഒക്കെ അവിടെ തകൃതിയായിട്ട് ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ളൊരു ചെറുപയർ വച്ച കളറാണ് കേട്ടോ അത്. അപ്പം 2 എടുത്തു കഴിഞ്ഞാൽ ഓഫർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടു എടുക്കുന്നുണ്ട്. കുട്ടുവിന് അറിയാമല്ലോ, കുട്ടു ഇപ്പോൾ കുറച്ച് നല്ല ഏകദേശം എനിക്കൊന്ന് 10 കിലോയോളം കുട്ടുവിൻ്റെ തടി കുറഞ്ഞിട്ടുണ്ട് ഈ നോമ്പ് 30 ദിവസവും അവൻ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അവൻ അതിന് ലുക്കിന് പറ്റിയ ഡ്രസ്സ് ഇങ്ങനെ തപ്പി നടക്കുക, കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടാമെന്ന് കരുതിയിട്ട്. ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് ഫിറ്റിംഗ് റൂമിൽ കയറി കുറേ പ്രാവശ്യം ഇട്ട് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരണമല്ലോ. അങ്ങനെ മക്കൾക്ക് ഷൂ ഒക്കെ എടുക്കണമായിരുന്നു. ഷൂ ഒക്കെ എടുത്തു. അവർ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് നടന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ 2 പീസ് സെറ്റ് ഒരുപാടുണ്ട്. നല്ല നല്ല ഷർട്ടുകൾ, സ്കേർട്ടുകൾ, മാക്സി ടൈപ്പ് ഡ്രസ്സ്, കോട്ടുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. അത്രയ്ക്ക് ലുക്കുള്ള ഡ്രസ്സാണ് ഇത്തവണ സെൻറ്റർ പോയിൻറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു റമദാൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓഫർ ഇടും. ആ ഓഫർ ടൈമിൽ വന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് ഈദിൻ്റെ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ കാണാം.